ഇന്ത്യൻ നഴ്സിംഗ് അക്കാദമിയുടെ ബെസ്റ്റ് നഴ്സിംഗ് കോളേജസ് ഇൻ മൈസൂർ സീരീസ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിലാണ്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലും അതേപോലെ കോളേജുമാണ് ഇവിടെ ഉള്ളത്. ക്യാമ്പസിന്റെ പേര് CSI ഹോൾസ്വർത്ത് മെമ്മോറിയൽ ഹോസ്പിറ്റൽ. മൈസൂർ സിറ്റിയിൽ മൈസൂർ പാലസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ക്യാമ്പസ് വരുന്നുള്ളത്. 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലും കോളേജും ഹോസ്റ്റലും എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിന്റെ കൂടെ തന്നെ ക്യാമ്പസ് ആയതുകൊണ്ട് ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്റ്റുഡൻസിന് കോളേജ് ബസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്ത് തന്നെയാണ്. ബ്രിട്ടീഷ് മിഷനറി പീരീഡിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും ക്യാമ്പസും കാണാൻ ഒരു വെസ്റ്റേൺ ടച്ച് ആണുള്ളത്. ഹോസ്റ്റല് ക്യാമ്പസിന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് സേഫ്റ്റി കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മെസ്സും അവൈലബിൾ ആണ്. ഇനി ധാരാളം കേരള സ്റ്റുഡൻസും പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. ഈ ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസിന്റെ അകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളിവിടെ 2 സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ അവരോട് ചോദിച്ചു നോക്കാം. ഹായ് ബ്രോ, എന്താ പേരെന്താ? എൻ്റെ ഷിഹാസ്. എവിടെ സ്ഥലം? എവിടെ? ഞാൻ ലക്ഷദ്വീപ്, ആന്ധ്രത്തിൽ നിന്ന് വരുന്നത്. ഓക്കെ. ഇവിടെ ഏതാ ഇയർ? ഇപ്പോൾ സെക്കൻഡ് ഇയറാണ്. ഇവിടെ എങ്ങനെയുണ്ട് ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓക്കെ അല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇയറിലായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഈ സെയിം ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റിങ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഇവിടുത്തെ KR ഹോസ്പിറ്റൽ കൊണ്ടുപോയി. ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ തന്നെ പോസ്റ്റിങ്. കുറേ എക്സ്പീരിയൻസ് ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം പഠിച്ച്. ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലാണല്ലോ അല്ലേ? ആ, ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിൽ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് ഹോസ്റ്റൽ നല്ല ഹോസ്റ്റലാണ്. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റേ കേരളയും കർണാടകയും മിക്സ്ഡാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും എന്തായാലും മസാല ദോശ അതൊക്കെ ഉണ്ട്. അപ്പോൾ കേരള റൈസും ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ട്. ക്യാമ്പസ് ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടാ? ക്യാമ്പസ് ലൈക്ക് എന്താ പറയുക, നമ്മൾ എക്കോ ഫ്രണ്ട്ലിയാണ്. ഇവിടെ ഫുൾ ഇങ്ങനെ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു പഠിക്കാനും എന്തായാലും ഒരു നല്ല ഇതുണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ആണെങ്കിലും അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. ഈ എക്കോ ഫ്രണ്ട്ലി ഫുള്ള് മരവും അതൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത് കോളേജായത്. എന്താ പേരെന്താ? ഫരീദ്. സെക്കൻഡ് ഇയർ തന്നെയാണല്ലേ? സെക്കൻഡ് ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ജേണി? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്യാമ്പസിൽ? വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല ട്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല പോസ്റ്റിംഗ് സെക്ഷൻ ഉണ്ട്, ഒക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന കോളേജാണ്. ബാക്കി കോളേജിനെ വെച്ച് നോക്കുമ്പോൾ ഫീസും കുറവാണ്, നമുക്ക് സൗകര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ ഫുഡൊക്കെ തന്നെയാണ് കേരള കർണാടക ഒരു മിക്സ്ഡ് ടൈപ്പ് ഫുഡാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫുഡുണ്ട്, അത്യാവശ്യം ഹോസ്റ്റൽ സെക്ഷൻ ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. കേരള ട്യൂട്ടേഴ്സും ഉണ്ട്, കർണാടക ട്യൂട്ടേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ സെക്ഷനും കിട്ടും, നമുക്ക് തിയറി സെക്ഷനും ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ അക്കാദമിക്സ് എന്തായാലും പെർഫെക്റ്റ് ആണ്. അതേപോലെ ഇപ്പോൾ നോൺ അക്കാദമിക്സിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് കൾച്ചറൽസ് ഉണ്ട്, സ്പോർട്സ് ഡേ ഉണ്ട്. അങ്ങനെ ഓരോ സീസൺ ഒപ്പിച്ച് അവിടെ ഒരു പരിപാടി ഉണ്ടാവും. ഇപ്പോൾ കൾച്ചറൽസൊക്കെ തന്നെ 3-4 ദിവസം ഉണ്ടാവും, സ്പോർട്സിന് 3-4 ദിവസം ഉണ്ടാവും. നമുക്ക് സെപ്പറേറ്റ് ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പരിപാടി ഉണ്ടാവും. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കമ്മിറ്റി ഉണ്ട്, ഒരു പ്രസിഡന്റ് ഉണ്ടാവും, ആൻറ്റി റാങ്ക് കമ്മിറ്റി ഉണ്ട്, സ്പോർട്സ് കമ്മിറ്റി ഉണ്ട്, കൾച്ചറൽസ് ഉണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും ഓരോ കമ്മിറ്റിയിലും ഓരോ ആളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുട്ടികൾക്കായിട്ട് വരുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ കമ്മിറ്റിയോട് പറഞ്ഞാൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അടുത്ത് തന്നെയാണ്. പാലസ് അടുത്താണ്, ബാക്കിയുള്ള എൻജോയ്മെൻറ്റിനുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. പിന്നെ യാത്ര ചെയ്യാനാണ് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അടുത്താണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ കോളേജ് പഠിക്കുന്നത് കൊണ്ട് വലിയ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിവിടെ വന്നിട്ട് സുഖമായിട്ട് പഠിച്ചു പോകുന്നേ ഉള്ളൂ. സ്റ്റുഡൻസിൻ്റെ റിവ്യൂ നിങ്ങൾ തന്നെ കേട്ടല്ലോ. എന്തുകൊണ്ടും വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് തന്നെയാണിത്. ഇത്രയൊക്കെയാണ് സീരീസ് 5ൻ്റെ വിശേഷം. ഇവിടെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും അഡ്മിഷൻസിന് വേണ്ടിയിട്ടും കോൺടാക്ട് us. ഇതിപ്പോൾ മൈസൂരിലെ നമ്മളെ 5ാമത്തെ ക്യാമ്പസാണ്. ഇതിന് മുന്നുള്ള ക്യാമ്പസ് കാണണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഗോ ത്രൂ ചെയ്താൽ മനസ്സിലാവും. ഇതുപോലെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വേറെ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.